CPM പാർട്ടി സെക്രട്ടറിയുടെ ഒരു വെല്ലുവിളിയാണ്. എന്താ വെല്ലുവിളി? MP യെയും MLA യും കാല് കുത്തിക്കില്ല സാർ. എന്താ കാരണം എന്നറിയോ? കഴിഞ്ഞ വടകരയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിൽ RSSന് പഠിക്കുന്ന CPM നാട്ടിൽ വർഗീയ കലാപമുണ്ടാക്കാൻ, വിഭജനമുണ്ടാക്കാൻ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു നാണം കെട്ട നാറിയ ഏർപ്പാടുമായി മുന്നോട്ട് പോയി. സർ, 16ാം കേരള നിയമസഭയിലെ ഒരു അംഗമായി മഹനീയമായ കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നു വരാൻ എനിക്കൊരവസരം നൽകിയ നാദാപുരത്തെ ഓരോ മനുഷ്യരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം എന്നെ മത്സരിക്കാൻ ഒരവസരം നൽകിയ പ്രസ്ഥാനത്തോടും മുന്നണിയോടും എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച UDFന്റെ പ്രവർത്തകരോടും വോട്ട് നൽകിയ യഥാർത്ഥ ഇടതുപക്ഷ പ്രവർത്തകരോടും ഒക്കെയുള്ള നന്ദി സൂചിപ്പിക്കുന്നു. സർ, പൊതുപ്രവർത്തകർക്ക് സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിച്ച ഓരോ മനുഷ്യനെയും ഈ നാടിനെയും ചേർത്ത് പിടിച്ച ബഹുമാനപ്പെട്ട നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. സാർ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിൽ ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ തന്നെയാണ് പൊതുപ്രവർത്തകനായി മുന്നോട്ട് പോകുമ്പോഴും കൈമുതലായി കൂടെ ഉണ്ടാകേണ്ടത് എന്നത് ഉറച്ച വിശ്വാസമാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട മുൻ സാമാജികനും ഞങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന PT തോമസ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതാക്കളുടെ എല്ലാം ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. സാർ, ഇന്നിന്റെ കാലഘട്ടത്തിൽ അതിഭാവുകത്വമില്ലാതെ യാഥാർത്ഥ്യബോധങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ ഇന്നിനും ഭാവിക്കും വേണ്ടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ VD സതീശൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. സാർ, ഞാനിവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് 2024 ജൂലൈ മാസം 29-ാം തീയതി ഒരുപാട് പ്രതീക്ഷകളുമായി കിടന്നുറങ്ങിയ മനുഷ്യരെ വരവേറ്റത് ജൂലൈ 30-ാം തീയതിയിലെ പ്രകൃതി താണ്ഡവമാണ്. 160-ൽ പരം കുടുംബങ്ങൾ അനാഥമായി പോയി. അവിടെ ഒരു മാത്യു മാഷ് അന്നത്തെ പ്രകൃതിയുടെ താണ്ഡവത്തിൽ മനുഷ്യരെ രക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ മാത്യു മാഷിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. പക്ഷേ അന്ന് മുതൽ ഈ ജനങ്ങൾ, നാദാപുരത്തെ വിലങ്ങാട്ട് ജനങ്ങൾ പ്രതീക്ഷയർപ്പിച്ചു, ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരു ഭരണകൂടമുണ്ടാകും. ദൗർഭാഗ്യവശാൽ ഒന്നുണ്ടായില്ല സർ. 2024 ജൂലൈക്ക് ശേഷം 2 ബഡ്ജറ്റുകൾ അവതരിപ്പിക്കപ്പെട്ടപ്പോഴും ആ മനുഷ്യർ ധരിച്ചു ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇവിടെ കൂടെ ഒരു ഭരണകൂടമുണ്ടാകും. പക്ഷേ ഭരണകൂടമുണ്ടായിട്ടില്ലെങ്കിലും ഭരണത്തിന്റെ ഭാഗമായി പലരും ചെന്ന് അവിടെ വാഗ്ദാനങ്ങൾ കൊടുത്തു. ഭരണത്തിന്റെ ഭാഗമായി പലരും പോയി ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. സർ, അന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ വിലങ്ങാട്ടേക്ക് കടന്നു പോവുകയാണ്. ആ വിലങ്ങാട് നിന്ന് മനുഷ്യർക്ക് നൽകിയ ഉറപ്പ് ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ്. സാർ, അഭിമാനത്തോടെ പറയട്ടെ, ഈ പ്രതിസന്ധിയുടെ കാലത്ത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ വിലങ്ങാടിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന സന്തോഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വെറുതെ ചേർത്ത് പിടിക്കുക മാത്രമല്ല, ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ അവിടെ പാക്കേജായി പ്രഖ്യാപിച്ച് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ആ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൂടി നൽകിയാണ് സാർ ഇവിടെ മുമ്പോട്ട് പോകുന്നത്. സാർ, ഞാൻ ചെറിയൊരു കഥ സൂചിപ്പിക്കാം. ഒരു വഴിയാത്രക്കാരൻ യാത്രാമധ്യേ 2 കൽത്തൊഴിലാളികളെ കാണുകയാണ്. കാണുന്ന ഘട്ടത്തിൽ ആ യാത്രക്കാരൻ ആദ്യത്തെ തൊഴിലാളിയോട് ചോദിക്കും, സാർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കൽപ്പണിക്കാരൻ പറയുന്നത്, ഞാൻ ഇവിടെ എൻ്റെ കല്ല് ചെത്തുകയാണ്. രണ്ടാമത്തെ തൊഴിലാളിയോട് ഈ യാത്രക്കാരൻ ചോദിക്കുകയാണ്, സാർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറയുന്നു, ഞാനൊരു ശില്പത്തെ ഉണ്ടാക്കുകയാണ്. നോക്കണം നിങ്ങൾ, 2 പേരും ചെയ്തത് ഒരേ തൊഴിലാണ്. ഒരാൾ മുൻപിലുള്ള കല്ല് മാത്രം കാണുമ്പോൾ മറ്റൊരാൾ മുന്നിലുള്ള കല്ലിലൂടെ ഭാവിയെ കണ്ടു. അതുപോലെയാണ് സാർ കേരളത്തിന്റെ ബഡ്ജറ്റിലൂടെ കേരളത്തിന്റെ ഭാവിയെ കണ്ട മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ VD സതീശൻ. ഇദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ കേരളത്തിന്റെ ഭാവിയെ കൂടി കാണുകയാണ് സാർ. സാർ, ഞാൻ കടന്നു വരുന്നത് നാദാപുരത്ത് നിന്നാണ്. സാർ, ഏറ്റവും കൂടുതൽ പ്രവാസികൾ നമ്മളുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കൂടിയല്ലേ സാർ. ആ പ്രവാസികളെ ചേർത്ത് പിടിക്കാൻ ഇന്നലകളിൽ ഭരണകൂടം മറന്നുപോയെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഈ ബഡ്ജറ്റിലൂടെ ഈ സർക്കാർ പ്രവാസികൾക്ക് ഉറപ്പ് നൽകുമ്പോൾ അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സാർ. സാർ, ഇപ്പോഴും ഒരുപടി ഇടത്തരം പ്രവാസികൾ നമുക്കറിയാം, കുടുംബത്തെയും നാടിനെയും ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ മുന്നോട്ട് പോകുന്ന വഴിയിൽ ഒരുപക്ഷെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ആളുകളുണ്ട് സാർ. സാർ, അവരെ നമുക്ക് കുറച്ചുകൂടി ഗൗരവത്തിൽ അവരുടെ ക്ഷേമ പദ്ധതികളും ഒക്കെ പല ഘട്ടങ്ങളിലും മുടങ്ങിപ്പോകാറുണ്ട് സാർ. അവരെയൊക്കെ ചേർത്ത് നിർത്താൻ നമ്മൾക്ക് സാധിക്കണം. അവർ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമാക്കി അവരെ നമ്മൾ മാറ്റുമ്പോൾ തന്നെ സാർ അവർക്ക് വേണ്ടി കുറച്ചുകൂടി പദ്ധതികൾ നമ്മൾക്കറിയാം. നിലവിലെ സാഹചര്യങ്ങളെല്ലാം അറിയുമെങ്കിൽ പോലും നമുക്കറിയാം, ഈ ടിക്കറ്റ് കൊള്ളയിൽ പ്രവാസികൾ കൊള്ളയടിക്കപ്പെടുകയാണ് സാർ. ഓരോ കാലത്തും അവരെ പ്രവാസികളെ സംബന്ധിച്ച് അവന്റെ വലിയൊരു ശതമാനം അവന്റെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന സമ്പാദ്യം
ടിക്കറ്റിന് വേണ്ടി ചെലവാക്കേണ്ടി വരികയാണ് സാർ. സാർ, അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ആ പ്രവാസികളുടെ ഇത്തരം ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ മുൻപ് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടതേ ഉള്ളൂ കഴിഞ്ഞ കുറേ കാലങ്ങൾ. പക്ഷേ ചെയ്തു കാണിക്കാൻ എയർ കേരള ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്ന ഘട്ടങ്ങളിൽ അത് സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സാർ. സാർ, അതോടൊപ്പം നമുക്കറിയാം ടൂറിസത്തിലുൾപ്പെടെ പ്രവാസികളുടെ വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. നിലവിലെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് പ്രവാസികൾ. സാർ, അങ്ങനെയുള്ള പ്രവാസികളെ കൂടി ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് സാധിക്കണമെന്ന് ഇവിടെ വെച്ച് സൂചിപ്പിക്കുകയാണ് സാർ. സാർ, ബഹുമാനപ്പെട്ട ബഡ്ജറ്റിൽ കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന് വലിയൊരു തുക മാറ്റിവെച്ചു. നമുക്കറിയാം, ഇവിടെ അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിനും അദ്ദേഹം സൂചിപ്പിച്ചു. ഒരുപാട് പ്രതിസന്ധി നമ്മളൊക്കെ കാണാൻ നിരന്തരം ഒരുപാട് മനുഷ്യർ വരികയാണ്. എത്രയേറെ എൻ്റെ നാദാപുരത്ത് ഡയാലിസിസ് സെന്റർ, അവിടെ ഷിയാബ് തങ്ങളുടെ നാമധേയത്തിൽ ഒരു സെന്റർ ഉണ്ട്. 100-ൽ പരം മനുഷ്യരാണ് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യുന്നത്. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പുതിയ ഡയാലിസിസ് സെന്റർ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് 130-ലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇത്തരം ആളുകളൊക്കെ ദൈനംദിനം പുതിയ അസുഖങ്ങൾ വരുമ്പോൾ അവർക്ക് അതിനുള്ള അനുമതി അല്ലെങ്കിൽ അതിനുള്ള ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ CHCയെ, FHCയെ, താലൂക്ക് ആശുപത്രിയെ, ജില്ലാ ആശുപത്രിയെ ഒക്കെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങളെ, മെഡിക്കൽ കോളേജിനെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് സാർ. സാർ, അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് യുവജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു സർക്കാരല്ലേ സാർ ഇത്? യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ച ഒരു സർക്കാരല്ലേ സാർ ഇത്? നേരത്തെ സൂചിപ്പിച്ചു, ഗ്ലോബൽ വാച്ച് ടവറും അതേപോലെ തന്നെ സ്പേസ് എക്കണോമിയും സ്റ്റാർട്ടപ്പ് വികസനവും MSMEക്കുള്ള പ്രത്യേക കരുതലും കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെട്ട ന്യൂജൻ കോഴ്സുകളും ആവിഷ്കരിക്കുമെന്നൊക്കെ പറയുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് നാട് വിട്ടുപോയ ഒരു വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ കൂടിയാണ് സാർ ഈ ബഡ്ജറ്റിന് സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മളുടെ ക്യാമ്പസുകളിൽ ഫാസിസം കൊണ്ടുവന്ന് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് അധികാരത്തിൽ മത്ത് പിടിച്ചു നിന്ന ആളുകൾ ഈ നാട്ടിലെ ക്യാമ്പസുകളിൽ കാട്ടിക്കൂട്ടിയ പല പ്രവർത്തനങ്ങളുടെ കൂടി ഇരയായിരുന്നു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. റാഗിങ്ങിന്റെ ഇരയായി ആ സിദ്ധാർത്ഥ് മരിക്കുമ്പോൾ ആ അമ്മയുടെയും അച്ഛന്റെയും കുടുംബത്തിന്റെയും കണ്ണീര് ഇപ്പോഴും ആ മുഖത്ത് നിന്ന് മാറിയിട്ടില്ല സാർ. അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ സിദ്ധാർത്ഥിന്റെ നാമധേയത്തിൽ ഇനി ക്യാമ്പസുകളിൽ റാഗിംഗ് ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഈ ഭരണകൂടത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു സാർ. സാർ, അതോടൊപ്പം തന്നെ സാർ ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ ഭരണകൂടം പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാർ. പ്രിയദർശിനി നോക്കൂ നിങ്ങൾ, ഇവിടെ സ്ത്രീ ശാക്തീകരണം നടത്താൻ കോടികൾ പരസ്യം ചെലവഴിച്ച ഗവൺമെന്റ് അല്ലേ മുൻപുണ്ടായിരുന്നത്? നവോത്ഥാന മതിൽ കെട്ടാൻ കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത് ചെലവാക്കിയിട്ട് എന്ത് ഗുണമുണ്ടായി സാർ ഈ നാട്ടിലെ പാവങ്ങൾക്ക്? എന്ത് ഗുണമുണ്ടായി ഇവിടുത്തെ സ്ത്രീകൾക്ക്? വെറും വാക്കിൽ പരസ്യവാചകത്തിലെ വാചകമായിരുന്നു ഇന്നലകളിൽ സ്ത്രീ ശാക്തീകരണമെങ്കിൽ ഇതാ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം ഇവിടെയാണെന്ന് തെളിയിച്ച ഈ ഭരണകൂടത്തെയും ഈ ബഡ്ജറ്റിനെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം വയോജനത്തിന് പുതിയ വകുപ്പാണ്, പ്രായം ചെന്ന ആളുകൾക്ക് പുതിയ വകുപ്പാണ്. സാർ സൂചിപ്പിച്ചു, ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പാവങ്ങളുടെ പ്രതീക്ഷയാണ് സാർ അവിടെ പൂർത്തീകരിക്കാമെന്ന്. സാർ, ആദ്യത്തെ പ്രസംഗം സാർ, കുറച്ച് നേരത്തെ ഒക്കെ കുറെ കൊടുത്തില്ല സാർ. അതോടൊപ്പം ഞാൻ പറയുന്ന ഒരുപാട് ഇപ്പൊ 2ാം ഭൂപരിഷ്കരണം ഉൾപ്പെടെ ഇൻവെസ്റ്റ് കേരള സെല്ലും ഗ്രീൻ ഹൈഡ്രജൻ ഹബും ഞങ്ങളുടെ കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട്, തിരുവനന്തപുരത്തും കോഴിക്കോടും പുതിയ ലൈറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട MTക്ക് ആദരം കൊടുക്കുമ്പോൾ, ബഹുമാനപ്പെട്ട സലീം കുമാറിന് ആദരം കൊടുക്കുമ്പോൾ, സമസ്ത മേഖലകളെയും ചേർത്ത് പിടിക്കുമ്പോൾ പ്രത്യേകം ഈ ബഡ്ജറ്റിനെ അഭിവാദ്യം ചെയ്യുന്നു സാർ. സാർ, ഈ സഭയിൽ വെച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു സാർ. നോക്കണം, നമ്മൾ പ്രായലിംഗ വ്യത്യാസമില്ലാതെ നമ്മളുടെ ചെറുപ്പക്കാരെ കാർന്നു തിന്നുന്ന ക്യാൻസറായി ലഹരി മാറുമ്പോൾ ആ ലഹരി മാഫിയ അഴിഞ്ഞാടിയ 10 വർഷക്കാലം നമ്മൾ കണ്ടു. അവിടെയാണ് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചു, തൂഫാൻ. ആ തൂഫാനിലൂടെ ഇന്ന് കേരളത്തിൽ അഭിമാനത്തോടെ പറയട്ടെ സാർ, കേരളത്തിലൊരു ആഭ്യന്തരമന്ത്രിയുണ്ട്, കേരളത്തിലൊരു സർക്കാരുണ്ട് എന്ന് തെളിയിച്ച ഈ സർക്കാരിനെ അഭിവാദ്യം ചെയ്യുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന അമ്മമാരും ഉമ്മമാരും രക്ഷിതാക്കളും ഈ സർക്കാരിനെ അഭിവാദ്യം ചെയ്യുകയാണ് സാർ. അതിന്റെ കൂടെ ഞാനും അതിന്റെ കൂടെ നിൽക്കുകയാണ് സാർ. ഈ പദ്ധതിയെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു സാർ. അതോടൊപ്പം ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ ബഹുമാനപ്പെട്ട വടകരയുടെ ജനനായകൻ, മുൻപ് പാലക്കാടിന്റെ MLA ആയി ഇന്ന് വടകരയുടെ MP ആയ ശ്രീ ഷാഫി പറമ്പിൽ എങ്ങനെയാണ്
വടകരയിലൂടെ നടക്കുന്നത് എന്ന് അന്വേഷിച്ചു. ഷാഫി പറമ്പിൽ കാല് വെച്ചാണ് നടക്കുന്നത്. സാർ, ഇവിടുത്തെ പാറക്കൽ അബ്ദുള്ള ജനനായകനാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്തി സഭയിലേക്ക് വന്ന ആളാണ്. പാറക്കൽ എങ്ങനെയാണ് നടക്കുന്നത് നോക്കി അദ്ദേഹം കാല് വെച്ചാണ്. സാർ, ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം വടകരയിൽ വെച്ച് CPM-ന്റെ പാർട്ടി സെക്രട്ടറിയുടെ ഒരു വെല്ലുവിളിയാണ്. എന്താ വെല്ലുവിളി? MP-യെയും MLA-യും കാല് കുത്തിക്കില്ല. സാർ, എന്താ കാരണം എന്നറിയോ? കഴിഞ്ഞ വടകരയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിൽ RSS-ന് പഠിക്കുന്ന CPM നാട്ടിൽ വർഗീയ കലാപമുണ്ടാക്കാൻ, വിഭജനമുണ്ടാക്കാൻ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു നാണം കെട്ട നാറിയ ഏർപ്പാടുമായി മുന്നോട്ട് പോയി. സാർ, അവിടെ പോലീസ് ഇറങ്ങിയില്ല. സാർ, ഇത്രയും നാള് അവരെ പിടിച്ചില്ല. സാർ, ഇപ്പൊ സർക്കാരുണ്ട്, സർക്കാരിലായി മാറി. ഒരു സർക്കാരുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. അന്വേഷണം നടന്നപ്പോ ഇതിലെ പ്രതികൾ CPM-കാരനെ ലോക്കൽ കമ്മിറ്റി അംഗം അവനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ പ്രതിഷേധ പരിപാടിയാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇപ്പോഴും ഞാൻ സത്യം ഞാൻ കരുതി CPM ഒക്കെ പഠിച്ചു ജനങ്ങളോട് അടുക്കാണ്. രക്ഷയില്ല. ആ പ്രസ്താവനയോടുകൂടി എന്തെങ്കിലും താല്പര്യം CPM ഉണ്ടായ നാളുകൾ അത് അവസാനിപ്പിച്ചെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പൊതുജനത്തിനെ വെല്ലുവിളിക്കരുത്. നിങ്ങൾ വെല്ലുവിളിച്ചു നിങ്ങൾക്ക് സ്വാഭാവിക സമരം ഭാഗമായിട്ടും. പക്ഷേ ഇതുപോലെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ജനനായകരെ വെല്ലുവിളിച്ചാൽ ജനങ്ങൾ നിങ്ങൾക്ക് ഇപ്പം തന്നതിന്റെ അതിന്റെ അയലത്ത് പോയി ഉണ്ടാക്കി മനസ്സിലാക്കുന്നതാണ്. സാർ, അതോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു. സാർ, ഇവരുടെ ഈ ഭീഷണി ഒക്കെ കുറച്ച് മാറ്റി വെക്കണം. നിങ്ങൾ ജനകീയ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകണം. അതോടൊപ്പം ബഹുമാനപ്പെട്ട ബേപ്പുരണ്ടോ അദ്ദേഹം കാര്യത്തിന് നല്ലതാണ്. 13-12 ഞങ്ങൾ ഇപ്പോഴത്തേക്ക് പോരാണപ്പത്ത് ഇനി അതുകൂടി ഇല്ലാതാക്കാനാണോ നിങ്ങൾ സെക്രട്ടറി അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ പരിശോധിച്ചാൽ നല്ലതാണെന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. അതോടൊപ്പം ഈ നാട്ടിൽ ശരത്കാരും കൃപേഷും സുഹേബും അരീസുക്കൂറും ആ ചെറുപ്പക്കാരെ കൊന്നുകളഞ്ഞ നരാധന്മാർ കഴിഞ്ഞ 10 വർഷക്കാലം ജയിലുകളിൽ സുഖവാസ കേന്ദ്രങ്ങളെ പോലെ പല വാർത്തകൾ ഞങ്ങൾ കണ്ടു. സാർ, ഈ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇനി എന്താണ് പോലീസ് എന്ന്, എന്താണ് ഭരണമെന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന്, ഈ ഭരണകൂടത്തെ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സാർ, എന്തായാലും ആഭ്യന്തരമന്ത്രിയും ഈ മുഖ്യമന്ത്രിയും ഈ ബജറ്റിനുള്ള വിശ്വാസം ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ച് ഈ ബജറ്റിനെ പിന്തുണയ്ക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ ഇന്നലെ സമരം നടത്തുമ്പോൾ പനിനീരും പൂവോ അല്ലെങ്കിൽ ശരീരത്തിൽ പനിനീരും ഒഴിച്ച് സമരത്തെ വരവേറ്റായിരുന്നില്ല ഈ സർക്കാർ. പക്ഷേ ഇന്ന് കരുതി ഞങ്ങളുടെ തള്ളി പിടിച്ച പോലെ ഞങ്ങൾ ആക്രമിച്ച പോലെ ഈ ഭരണകൂടത്തിന് ഭാഗത്ത് ഉണ്ടാകില്ലെന്ന വിശ്വാസം പങ്കുവെച്ചുകൊണ്ട് ഈ ബജറ്റിനെ പൂർണ്ണമാക്കാതെ പിന്തുണച്ച്